ഹായ് ഫ്രണ്ട്സ്, MGUniversity 2020 ഡിഗ്രി അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ? അപ്ലിക്കേഷൻസിനായിട്ട് cap.mgu.ac.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ MGCAP 2020 എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതാണ് MGCAP 2020. ഈ പേജിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഹോം, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, ലോഗിൻ, പിന്നെ ലോഗിൻ ഫോർ സ്പോർട്സ്, കൾച്ചറൽ, അങ്ങനെ കോട്ട സീറ്റ്സ്, പിന്നെ ഇൻസ്ട്രക്ഷൻസ്, കോണ്ടാക്ട്, അതായത് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ മറ്റു കുറേ ഓപ്ഷൻസും ഉണ്ട്. FAQ, ഷെഡ്യൂൾ, ഫീ സ്ട്രക്ചർ, ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ്, കോഴ്സസ്, കോളേജസ്, ലാസ്റ്റ് ഇയർ റാങ്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതൊന്നും കൂടാതെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും സെപ്പറേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോളേജ് അതോറിറ്റിക്ക് മാത്രമായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും സ്വന്തം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ എളുപ്പമാണ്. അതുമല്ല, ഇപ്പോൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ പ്രോസസ്സാണ്. സോ വളരെ എളുപ്പമാണ്. ഒരു ലാപ്ടോപ്പോ ഒരു മൊബൈൽ ഫോണോ വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ കോഴ്സസ് ആൻഡ് കോളേജസ് എന്ന ഓപ്ഷനിൽ കോഴ്സും കോളേജും ഒക്കെ നോക്കിയിട്ട്, അതേപോലെ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു പ്രയോറിറ്റി ഓർഡർ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം. അതായത് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നമുക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, അത് ഏത് കോളേജിൽ വേണം എന്നുള്ളൊരു പ്രയോറിറ്റി ഓർഡർ, ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണ്, സെക്കൻഡ് പ്രിഫറൻസ് ഏതാണ് എന്ന രീതിയിലൊരു 20 ഓപ്ഷൻസിന് മുകളിൽ കൂടുതലായിട്ട് ഓപ്ഷൻസ് വരുന്ന രീതിയിൽ ഒരു പ്രയോറിറ്റി ഓർഡർ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം. എന്നാൽ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കുക, എല്ലാവരും റെഡിയാക്കി വെക്കുക. ഏത് കോളേജ് വേണം, അതുപോലെ ഏത് കോഴ്സ് വേണം എന്ന ഒരു ഡീറ്റെയിൽ. പിന്നെ ആദ്യം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒന്നും സെലക്ട് ചെയ്യാതെ ഗവൺമെൻറ് കോളേജസ്, അതിനുശേഷം എയ്ഡഡ് കോളേജസ്, ആ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യാം. ആ ഓർഡറിൽ തന്നെ ഒരു പ്രിഫറൻസ് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കയറാം. സോ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകുന്നതാണ്. സോ ഇതാണ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പോർട്ടൽ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന വിൻഡോ. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് തന്നെ രജിസ്റ്റർ നമ്പർ, +2ൻ്റെ HSCയുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കാം. കറക്റ്റായിട്ട് രജിസ്റ്റർ നമ്പർ, ഈ ഒരു പേജിലെ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അത് നമുക്ക് പിന്നെ തിരുത്താൻ പറ്റുന്നതല്ല. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക, പിന്നെ ഫുൾ നെയിം, അതുപോലെ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യണം. പാസ്വേഡ് എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് പാസ്വേഡ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ ആ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക, കൺഫേം ചെയ്യുക. പിന്നെ ബോർഡ് HSC ആണോ CBSE ആണോ എന്ന രീതിയിൽ ബോർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക അവിടുന്ന്. പിന്നെ വരുന്നത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ആക്റ്റീവ് ആയിരിക്കണം. അതായത് നമുക്ക് ഈ അഡ്മിഷൻ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും മെസ്സേജസ് ഒക്കെ ആ മൊബൈൽ നമ്പറിലേക്കാണ് വരിക, അല്ലെങ്കിൽ ആ ഇമെയിൽ ഐഡിയിലേക്ക് മെയിലായിട്ടാണ് പോവുക. സോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള നമ്പറും ഇമെയിൽ ഐഡിയും സ്വന്തം തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കുക. പിന്നെ വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ കാറ്റഗറി ഇവിടെ ഓപ്ഷൻസ് ഉള്ളത് SC/ST, അതേഴ്സ്, ലക്ഷദ്വീപ് മുസ്ലിംസ് എന്നാണ്. അപ്പോൾ ഇത് SC/STയോ ലക്ഷദ്വീപ് മുസ്ലിമോ അല്ലാത്തവരൊക്കെ അതേഴ്സ് എന്ന ഓപ്ഷന് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു വെരിഫിക്കേഷൻ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതായത് അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് 6 ഡിജിറ്റുള്ളൊരു ആപ്ലിക്കേഷൻ നമ്പർ വിൻഡോയിൽ കാണുന്നതാണ്. അതുപോലെ അത് മെസ്സേജും വരും, മെയിലും വരും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ നമുക്കത് ആവശ്യമുണ്ട്. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആസ് എ ഹോൾ 6 സ്റ്റെപ്പുകളാണ് ആപ്ലിക്കേഷന് വരുന്നത്. ഇത് ഇവിടെ കാണാം. ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ. നമ്മൾ ഈ ഒരു പേജ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞു. പിന്നെ വരുന്നത് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആൻഡ് ഫൈനൽ സബ്മിഷൻ. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മളത് സേവ് ചെയ്യണം. ആ ഒരു പേജ് സേവ് ആൻഡ്
നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അവിടെ കാണാം. അപ്പോൾ സേവ് ചെയ്തിട്ട് വേണം അടുത്ത പേജിലേക്ക് പോകാൻ. പിന്നെ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. പക്ഷേ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ഹോം പേജിൽ ഇൻസ്ട്രക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒരു PDF രൂപത്തിൽ ഡൗൺലോഡ് ആയിട്ട് വരും. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അവർ അക്കൗണ്ട് ക്രിയേഷനെ പറ്റിയാണ് പറയുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് www.cap.mgu.ac.in. അപ്പോൾ ആ ഒരു സൈറ്റിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആ ഒരു പോർട്ടലിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്നാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊരു മിനിമം പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് പേരും ഒക്കെ എൻ്റർ ചെയ്യുക, +2 രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, അതുപോലെ പിന്നെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID അത് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കണം, കാരണം മെസ്സേജസ് ഒക്കെ അവിടെയാണ് വരിക പറഞ്ഞതുപോലെ. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് നമ്മൾ മറന്നു പോകരുത്, സൂക്ഷിച്ചു വെക്കുക, ഫ്യൂച്ചറിൽ ആവശ്യം വരും. അതായത് ഓരോ ടൈം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും ഇതേ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. സോ പാസ്വേഡ്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 ഡിജിറ്റ് അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 ഡിജിറ്റ് അപ്ലിക്കേഷൻ നമ്പർ കിട്ടും, സ്റ്റാർട്ടിങ് വിത്ത് 1. അപ്പോൾ അത് നമ്മൾ ഫ്യൂച്ചർ ആവശ്യത്തിനായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. പിന്നെ മെയിലിലും മെസ്സേജും ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് അക്കാഡമിക് എലിജിബിലിറ്റി എന്ന പേജിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 6 സ്റ്റേജസ് ഉണ്ട്, 6 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് സ്റ്റെപ്പായ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പേജ് വരും. അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മൾ പേഴ്സണലായിട്ട് ഓരോ സബ്ജക്റ്റ് മാർക്കൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം HSC നമ്മൾ +2ൻ്റെ രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുത്തപ്പം അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മളെ മാർക്സ് അവർ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആപ്ലിക്കേഷൻ ഒരു 40 ഓപ്ഷൻസ് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു പ്രയോറിറ്റി ഓർഡർ ആദ്യം തയ്യാറാക്കി വെച്ചില്ലേ, അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു സ്റ്റേജാണിത്. 40 ഓപ്ഷൻസ് വരെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫീ പേയ്മെൻറ്റിന് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്ലോഡ് യുവർ ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അതിൻ്റെ സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ അടുത്ത് തന്നെ പറയും. ഇനി ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനാണ് പറയുന്നത്. പ്രിൻ്റ് എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഡോക്യുമെൻ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കണം. പിന്നെ പ്രിൻ്റ് എടുക്കുന്നത് നന്നായിരിക്കും. അതിന് ആ ഹാർഡ് കോപ്പി യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി തന്ന ഇൻസ്ട്രക്ഷൻസ്. സോ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കയറാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് അക്കൗണ്ട് ക്രിയേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 6 ഡിജിറ്റ് അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടും. സോ സ്റ്റെപ്പ് 2 ഇസ് ദ കൺഫർമേഷൻ ഓഫ് അക്കൗണ്ട് ഓർ ടേക്ക് ഡൗൺ ദ അപ്ലിക്കേഷൻ നമ്പർ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. സോ ഈ പേജിൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വരും. സോ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ മാർക്ക് ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കേണ്ടതാണ്. സോ മാർക്ക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി +2 മാർക്ക് വെച്ചിട്ട് ഇവിടെ അപ്ലോഡായി വരുന്നതാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി ദ 4th ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ. സോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ. നമ്മൾ എഴുതി വെച്ച് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ. സോ അവിടെ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻ 1, 2 ഇതായത് നിങ്ങൾക്ക് കാണാം, ഓരോ ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുക. അതായത് നമ്മളെ കോഴ്സ് ഏതാണെന്ന് ലെഫ്റ്റ് സൈഡിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് എടുക്കുക, അതുപോലെ റൈറ്റ് സൈഡിൽ കോളേജ് ഏതാണെന്നും ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ എടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് പോവാം.
ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഓപ്ഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അലേർട്ട് ബട്ടൺ പോലെ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ പോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ മനസ്സിലാക്കുക അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെന്ന്. അല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് കോളേജസും എയ്ഡഡ് കോളേജസും പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ലാതെ വ്യത്യാസമില്ലാതെ അപ്ലോഡായി വരും. സോ ഈ രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാം, കോളേജ് ഓപ്ഷൻ അല്ലെങ്കിൽ കോഴ്സസിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായി വരുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ SC/ST കാറ്റഗറി അല്ലാത്ത കാറ്റഗറി എല്ലാം 750 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ പേയ്മെൻറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ പേ നൗ എന്നൊരു ഓപ്ഷനിലേക്ക് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് പോകും. ഇപ്പോൾ പേയ്മെൻറ്റിന് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതേപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് പേ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് upload your photo, signature and supporting documents, certificates ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു പേജ് വരും. അപ്പോൾ അതിന് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും അതേപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 200 KB. അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സൈസ് റേഞ്ച് തന്നത് 50 KB ആണ്. സോ 200 KB, 50 KB എന്ന രീതിയിലുള്ള സൈസ് സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. ഓൺലൈനായിട്ട് ഒരുപാട് സൈറ്റ്സ് ഉണ്ട്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സൈറ്റ്സ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ റീസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. ഇനി ഇത്രയും സ്റ്റെപ്പ് 6 വരെ ആകുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഡാറ്റ കംപ്ലീറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനൽ സബ്മിഷൻ എന്നൊരു ലാസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഫൈനൽ സബ്മിഷൻ എന്ന സ്റ്റേജിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഒരു പേജായിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. സോ യു ക്യാൻ എഡിറ്റ് ബിഫോർ ദ ഫൈനൽ സബ്മിറ്റ്. സോ റിമെമ്പർ ദാറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. സോ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങൾ കരുതുന്ന നിങ്ങളെ ആഗ്രഹം പോലെയുള്ള കോളേജും കോഴ്സും കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. So thank you so much and see you in the next video. Bye.